ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നേഴ്സായിട്ട് യു.എയിൽ വരാനിരിക്കുന്ന നേഴ്സസാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ കണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഇവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ വിസിറ്റിംഗ് വിസയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് DH ഓർ പ്രോമെട്രി എക്സാം ദുബായിൽ അല്ലെ എന്തോ DH അല്ലെങ്കിൽ DOH ഓർ MOH അതെല്ലാം വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് നമുക്ക് എക്സാം എഴുതാം, പക്ഷെ നമുക്ക് ജോലി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ കയറി നമുക്ക് വേണമെങ്കിൽ ഓണായിട്ട് എക്സാം ഡേറ്റ് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കയറി നമ്മുടെ എന്ത് ചെയ്യാം അറിയാമല്ലോ, ഡാറ്റ ഫ്ലോ കാര്യങ്ങൾ അതൊക്കെ ചെയ്തിട്ട് നമ്മുടെ BLS പിന്നെ ഗുഡ് സ്റ്റാൻഡിങ് അതെല്ലാം അപ്ലോഡ് ചെയ്യാം. അന്നേരം നമുക്ക് എക്സാം ഡേറ്റ് കിട്ടും, പേയ്മെൻറ്റ് അടയ്ക്കാം. പേയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത സമയത്ത് 1000 dirhams ആയിരുന്നു. ഇപ്പോൾ എങ്ങാണ്ട് എനിക്ക് തോന്നുന്നു 1200 എങ്ങാണ്ട് dirhamsആണ് വരുന്നതെന്ന് തോന്നുന്നു. എനിവേ ആ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം നമുക്ക് എക്സാം ഡേറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ കുറേ സെൻറ്ററുകളുണ്ട്, അതായത് 2-3 സെൻറ്ററുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എക്സാം എഴുതുന്നതായിരിക്കും. പക്ഷെ മസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വിസിറ്റിംഗ് വിസ എക്സ്പയർ ആവാത്തത് വേണം. അതുപോലെ നിങ്ങളുടെ പാസ്പോർട്ട് വേണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് വേണം. നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ മസ്റ്റായിട്ട് പാസ്പോർട്ടും വിസിറ്റിംഗ് വിസയും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അങ്ങനെ എങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് എക്സാം എഴുതാം. അതിലൊരു യാതൊരു പ്രശ്നവുമില്ല. വിസിറ്റിംഗ് വിസയിലാണെന്ന് പറഞ്ഞിട്ട് എക്സാം എന്താ പറയുക എഴുതാതിരിക്കാനോ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എഴുതി കഴിഞ്ഞിട്ട് വൺസ് നിങ്ങൾ എക്സാം പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ജോലിക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ജോലിക്ക് കയറാം. പക്ഷേ ഇവിടെ ആസ് പെർ ദ യുവർ റൂൾ അനുസരിച്ചിട്ട് വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് നമുക്ക് ജോലി അന്വേഷിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ഇതായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് മോർ എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായിട്ടും മെസ്സേജ് അയക്കണം. അപ്പോൾ താങ്ക് യു ഫോർ മെസ്സേജിങ് മീ, സപ്പോർട്ടിങ് മീ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.